ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ഒരു ഇലക്ഷൻ പൊളിറ്റിക്സ് ന്യൂസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റിക്സ് താല്പര്യമുള്ളവർ എന്താണെങ്കിലും ഒന്ന് സബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം ഒന്ന് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ലൈക്കും കൂടെ കൊടുത്തൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇന്നലെ കൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാം പുറത്തു വിട്ടിരുന്നു. കുറേയധികം ചർച്ചകളും കാര്യങ്ങളും കോൺട്രവേഴ്സിലൂടെ എല്ലാം UDF കടന്നു പോയ ഒരു സംഭവമാണ്. അപ്പം നമുക്കറിയാം പാലക്കാടാണ് ഇപ്പം ഒന്ന് ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ രാഹുലിന്റെ മണ്ഡലമായിരുന്നല്ലോ പാലക്കാട്. അപ്പം രാഹുലിന് പകരം പിഷാരടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ കുറെ അധികം ആൾക്കാർ എന്റെ കമന്റ് ബോക്സിൽ തന്നെ പറയുണ്ടായിട്ടുണ്ടായിരുന്നു, എന്താണ് BJP-ക്ക് ഞങ്ങൾ മാറ്റി കുത്തും, എന്താണ് രാഹുൽ ഇല്ലാത്ത ഒരു സംഭവം നമുക്ക് വിചാരിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ ഒരു പരാമർശവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയതെന്ന്. അപ്പം നമുക്ക് പറയാനുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷം നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ഭരണം മാറ്റിയിട്ട് BJP-യോ UDF-ഓ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ അനുയോജ്യമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ പിഷാരടിയെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ആള് നമ്മൾ കോമഡി താരങ്ങളായിട്ടാണ് കാണുന്നതെങ്കിലും അദ്ദേഹം അങ്ങനെയല്ല. കുറെ അധികം വർഷങ്ങളുണ്ട്, എത്രയോ വർഷത്തിന് മുമ്പ് തന്നെ പാർട്ടി ഒന്നും അല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം വന്ന് കയറിയ ഒരു വ്യക്തിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പിഷാരടിയെ കാണുന്ന ഒരു ബിഗ് സ്ക്രീനിന്റെ ഇതിലാണ്. അത് അങ്ങനെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്ത് അദ്ദേഹത്തിന് നല്ല എന്തെങ്ങനെ എവിടെ ചെയ്യണം എന്ത് പറയണം എന്നൊക്കെയുള്ള നല്ല ബോധവും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് രമേശ് പിഷാരടി. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തു വെച്ചു അതൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് പോകുമെന്ന് തന്നെ പറഞ്ഞു. ഇപ്പം രാഹുൽ മാങ്കൂട്ടം ഏകദേശം ഒരു 13 വീടിന് വീട് വെച്ച് കൊടുക്കാനുള്ള പ്ലാനും പദ്ധതിയൊക്കെയാണ്. അതിൽ ഏകദേശം 5 വീടോളം പൂർത്തീകരിച്ചു. ബാക്കി പണികൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് തന്നെയാണെങ്കിലും ഈ പിഷാരടി കയറിയാലും ഇതൊക്കെ ജനങ്ങൾക്ക് കിട്ടുക തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾ രാഹുൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വോട്ട് മാറ്റി ചെയ്യരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് 2020 വരുവാണെങ്കിൽ കിറ്റക് സാബു NDA ആയിട്ട് ചേർന്ന് 2020 ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് കിറ്റക് സാബു ചേട്ടന് സംഭവിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അഖിൽമാരാർ അങ്ങനെ തുടങ്ങിയ കുറച്ച് ആൾക്കാരും ബീമ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് തന്നെ ഒരു നിലപാടും കാര്യങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അഖിൽമാരാർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇന്ന് പറയുന്ന കാര്യമല്ല നാളെ പറയുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സീറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് BJP-യിലോട്ട് ചാടി. കഴിഞ്ഞ കുറെ നാൾക്ക് മുമ്പ് BJP കുറ്റം പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് ബിഗ് ബോസ് കയറിയ സമയത്ത് ബിഗ് ബോസിൽ കയറുന്നതിന് ഭേദം ലുലുമാളി പോയിരുന്ന് മുണ്ട് പൊക്കി കാണിക്കുന്നതെന്ന് പറയുന്ന ഒരു ടീമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ നാക്കുകൊണ്ട് തന്നെ ദേ കിടക്കുന്ന ബിഗ് ബോസിന്റെ കപ്പ് പിടിച്ചോണ്ട് പിന്നെ വെളിയിലോട്ട്. അതൊക്കെയാണ് ഈ അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ. അഖിൽമാരാറിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഏത് വഴിയും ചൂസ് ചെയ്യും, ഏത് മാർഗവും ചൂസ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ പിഷാരടി എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത്. പിഷാരടിക്ക് ഒരു വ്യക്തമായിട്ടുള്ള വ്യൂ ഉണ്ട്, വിഷൻ ഉണ്ട്. അപ്പം പുള്ളി അത് കറക്റ്റായിട്ട് ചെയ്ത് തന്നെ വേണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പിഷാരടി കുറച്ച് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂറുള്ള കാര്യങ്ങൾ മീഡിയാസുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ അധികം ഞാൻ അത് ഫുള്ള് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ അധികം കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ക്ലിപ്പ് മാത്രമേ അവിടെ വെക്കാം. ഞാൻ ഒരു കാര്യം ഇടയിൽ പറഞ്ഞത്, ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്, ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. അപ്പം ഇടയ്ക്ക് തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് വരും. ഞാൻ മമ്മൂക്കയോട് ചോദിക്കുന്നുള്ള പറഞ്ഞതുപോലെ ഇദ്ദേഹം ബാബുച്ചേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പോലെയല്ല രാവിലെ നടക്കാൻ ഇറങ്ങുമ്പം സീലിൻ്റെ പാടും സീലും കയ്യിലെടുത്തുകൊണ്ട് നടക്കും. കാരണം വഴിയിൽ ആൾക്കാർ റേഷൻ കാർഡിൻ്റെ ആവശ്യം പറഞ്ഞാൽ വഴിയിൽ വെച്ച് അത് സീൽ ചെയ്ത് കൊടുത്തും ഒപ്പിട്ട് കൊടുത്ത് നടക്കുന്ന ഒരു കാലം, 90കളിലെ കാലമാണ് പറയുന്നത്. അപ്പം ഒരു 10-30 വർഷക്കാലം ഒരു മണ്ഡലം നോക്കി നടന്ന ബാബുച്ചേട്ടനുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, എങ്ങനെയാണ് ജനങ്ങളോട് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനകീയമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളല്ല. അപ്പം മറ്റൊരു മണ്ഡലത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നതിനേക്കാളും പാലക്കാട് എന്ന് പറയുന്നത് എൻ്റെ ജന്മനാടും അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരിക്കുക. സിനിമ ഒരു തൊഴിലായിട്ട് അങ്ങ് കണ്ടാൽ മതി. എല്ലാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ. നമ്മളൊരു ഉപജീവന മാർഗ്ഗം എന്നുള്ള നിലയിൽ ചെയ്യുന്ന ഒരു തൊഴിലായിട്ട് മാത്രമേ, എത്രയോ അഡ്വക്കേറ്റുമാർ നിൽക്കുന്നു, ഡോക്ടർമാർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. അപ്പം അതൊരു ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിലായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പം ഇതാണ് പിഷാരടിയുടെ ഒരു അരമണിക്കൂർ ലെങ്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. നമ്മൾ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ വെച്ചുള്ളൂ. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിഷാരടിക്ക് എവിടെ എങ്ങനെ മീഡിയാസിനെ നിയന്ത്രിക്കണമെന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം. മീഡിയാസ് തിരിച്ചു മറിച്ച് അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ എടുത്തും തിരിച്ചു മറിച്ചും എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ അത് നിസ്സാരമല്ലടോ. നമ്മളൊരു മീഡിയാസിനെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ പൊളിറ്റിക്സ് നിൽക്കുമ്പോഴത്തേക്ക് അതിന് അതിന്റെ ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നെ എനിക്ക് പിന്നെ പറയാനുള്ളത് നമ്മുടെ VT സതീശൻ അവരോടാണ്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്തിടെയായിട്ട് നന്നായിട്ട് ചൂടാകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ മൈത്തിലും കാര്യങ്ങളൊക്കെ ഇടപെടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജ് ഈ ഇലക്ഷൻ സമയം എന്ന് പറയുമ്പോൾ നമ്മളെ ഫുള്ളും ജഡ്ജ് ചെയ്യുന്ന സമയമാണ്, ഫുള്ളും ജഡ്ജ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹത്തിന് അത്രമാത്രമുണ്ട് പ്രഷർ, വർക്ക് പ്രഷർ അത്രമാത്രമുണ്ട്. അതുകൊണ്ടാണ് എന്തൊക്കെയാണ് ഈ LDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴും അവിടെ അടിയും പിടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇത് PR സ്റ്റണ്ടാണ്. PR വർക്ക് നല്ല അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് LDF നടത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇടുന്ന വീഡിയോ തന്നെ എനിക്ക് നല്ല CTR ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് ബൾക്കായിട്ട് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് ഓടത്തില്ല. അതുകൊണ്ട് പരിപാടി ഇവന്മാർ കാണിക്കുന്നത് നല്ല PR വർക്കാണ് ഇതിനോടകം നടക്കുന്നത്. അപ്പം
നിങ്ങൾ മനസ്സിലാക്കുക, LDF-നകത്താണെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ അതിനകത്തും കാര്യങ്ങളും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ശരിയാണ്, കുറച്ച് താമസിച്ചു പോയ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇത് വോട്ടിന്റെ തീയതി നിശ്ചയിക്കുന്നത് ഓർത്തിരുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഈ വിഷു വരുന്നു, ഈസ്റ്റർ വരുന്നു, പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ ഇടയിൽ വരുമെന്ന് വിചാരിച്ചില്ല, കുറച്ചുകൂടി സമയം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് UDF-ന് വേണ്ടത്ര രീതിയിൽ നമുക്ക് കഴിഞ്ഞ 10 വർഷം നമ്മളിങ്ങനെ കണ്ടും കേട്ടോണ്ടിരിക്കുമല്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ധൃതിഗതിയിൽ പട്ടിക തയ്യാറാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് കുറെ കാര്യങ്ങളും കടമ്പകളൊക്കെ ഉണ്ട്, ചർച്ച ചെയ്യണം. ഡൽഹിയിൽ അവിടെ പേപ്പേഴ്സ് കൊടുക്കണം, അവിടെ നിന്നുള്ള ചർച്ചകൾ ഉണ്ടാക്കണം, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം നമ്മൾ ചർച്ച ചെയ്യണം അല്ലേ. ഇനി നമുക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോകരുത്, ഭരണം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഇതൊക്കെയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാകണം, ജനങ്ങൾ അനുഭവിക്കണം. അപ്പം പട്ടിക പുറത്തു വിടുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സമയം എടുക്കും. അതാണ് ഇവിടെ വാസ്തവമായിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ BJP വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് കുഴപ്പമില്ല, അവർ പ്രഡിക്റ്റഡ് ആണ്. അവിടെ എവിടെയെങ്കിലും സീറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അവരെ ഒരിക്കലും പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ വരുത്തില്ല. പിന്നെ അവർക്ക് കേന്ദ്രത്തിൽ പിടിപാടുള്ളതുകൊണ്ട് ഇവിടെ അവർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി, അങ്ങനെ ഒരു സംഭവമാണ് അവർക്കുള്ളത്. പക്ഷെ കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്കിത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ചോദ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നില്ല, G. സുധാകരനും മത്സരിക്കുന്നില്ല എന്നാണ്. സുധാകരനാണെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ചർച്ചാ വിഷയമാവും, മാക്സിമം മീഡിയാസ് അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ നിൽക്കേണ്ടത് നമ്മൾ പാർട്ടിയുടെ കൂടെയാണ് നിൽക്കേണ്ടത്, കോൺഗ്രസ് വിജയിക്കേണ്ടത് അത് അത്യാവശ്യമാണ് എന്നാണ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെല്ലാം ഇതിനോട് ഒത്തു നിൽക്കുകയാണ്. അപ്പൊ രാഹുൽ തന്നെ പറയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും പിഷാരടിക്ക് വോട്ട് ചെയ്യണം, എന്നിലൂടെ തന്നെ പിഷാരടി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പ് തരികയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഈ വോട്ട് എന്ന് പറഞ്ഞ സാധനം സ്പെക്ട് ചെയ്ത് പോകാൻ പാടില്ല. നമുക്ക് ഈ ഭരണം മാറ്റി കിട്ടുക തന്നെ വേണം, മാറ്റം അനിവാര്യമാണ്. അപ്പം മാറ്റത്തിന് ഒരു വോട്ട് നിങ്ങൾ ചെയ്യുക. മറ്റവരുടെ ഡയലോഗാണ്, ഞാൻ ഇങ്ങോട്ട് കടമെടുത്തതേ ഉള്ളൂ. അപ്പം നിങ്ങളത് അറിഞ്ഞ് പ്രവർത്തിക്കാം. അടുത്തതോ ശരിക്കും സീരിയസ്ലി മാൻ, ഈ 10 വർഷം ശരിക്കും അടുത്തു, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറ, അടുത്തില്ലേ. ഈ ഒരു ഉമ്മൻചാണ്ടി സർക്കാരും അതുപോലെ തന്നെ ഈ പിണറായി സർക്കാരും വെച്ച് നോക്കും, ഉമ്മൻചാണ്ടിയുടെ നമുക്കൊരു സോഫ്റ്റ് കോർണർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് എന്തും ധൈര്യമായിട്ട് ചെന്ന് പറയാനും അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ക്യാബിനാണെങ്കിൽ മൊത്തം CCTV ക്യാമറയുടെ അണ്ടറിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അതേസമയം പിണറായി സർക്കാർ വന്നപ്പോഴേക്ക് CCTV ക്യാമറ ആണ് ആദ്യമേ തൂക്കിയെടുത്ത് പൊക്കം വിട്ടത്. അവിടെ CCTV ക്യാമറകളൊന്നും ഇല്ല. കാരണം അപ്പൊ അവിടെ നടക്കുന്നത് ഇരുട്ടിന്റെ മറവിലുള്ള പരിപാടികളാണെന്നാണ് വാസ്തവം. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പുവശമൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒരു നല്ല ഒരു ഭരണമാണ് വരേണ്ടത്, നമ്മുടെ ഭാവിയാണ് നമുക്ക് വലുത്. എത്ര വർഷങ്ങളായി ഈ റെയിൽവേ പദ്ധതിയൊക്കെ ഏറ്റെടുത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. ഇപ്പൊ എങ്ങാനും പൊടി തപ്പി വീണ്ടും വന്നിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ നടന്നു പോകേണ്ട സംഭവമാണ്. റെയിൽവേയിൽ ഇതുപോലെ പദ്ധതി വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഇത് റെയിൽവേ ആണ് കുറ്റിയടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിൽക്കാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പക്ഷെ റെയിൽവേ ഇട്ട് വന്നോ അതുമില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നു എന്ന് കേൾക്കുന്നു, ഇനി അറിയത്തില്ല. അപ്പൊ ഒരുപാട്, പിന്നെ കഴിഞ്ഞ ദിവസം പാലം ഉദ്ഘാടനം ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒന്നും എത്തിച്ചിട്ടില്ല. ഏറ്റവും മൂലം ഒന്നും ഈ 10 വർഷം കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് കുറേയധികം കോടിക്കണക്കിന് സ്വത്തും കാര്യങ്ങളൊക്കെ അവരുടെ ബന്ധുക്കളുടെ പേരിലോ അവരുടെ പേരിലോ എല്ലാം മാറ്റിയിടാൻ പറ്റുന്നു. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ സീരിയസ്ലി മാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തെങ്കിലും പെൻഷൻ കാര്യങ്ങളൊക്കെ കൂട്ടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എത്ര കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്ന് ഇനി കടമെടുത്തിട്ടുണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത ഒരു ഭരണം കയറുമ്പോഴാണ് ഇവർ അഴിമതി എന്തുമാത്രമാണെന്ന് അറിയാൻ കിടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്തെ മേയറുടെ കാര്യം തന്നെ നോക്കിയാൽ മതി. അപ്പം 10-25 വർഷത്തോളം തിരുവനന്തപുരം LDF കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ലായിരുന്നു അല്ലേ. അപ്പം ഇവിടെ മാറ്റം വന്ന് BJP ആള് കയറിയപ്പോഴാണ് അവിടെ എന്തുമാത്രം പ്രവർത്തനങ്ങൾ, എന്തുമാത്രം അഴിമതിയാണ് നമ്മൾ അറിയാൻ തുടങ്ങിയത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ തവണ ഈ ഭരണം മാറി വന്നാൽ ഇവർ എന്തൊക്കെ ഇതിനകത്ത് കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ഇതിനകത്ത് ഒരു വാസ്തവം പോയിന്റ്. അപ്പൊ നിങ്ങൾ നോക്കി കണ്ടുവൊക്കെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുവരെ ബൈ.